വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഹോൾ വീഡിയോ ആയിട്ടാണ്. ഇന്നതേ കുറച്ച് ബെഡ്ഷീറ്റിന്റെ ഹോളാണ്, അതും മിന്ത്ര ഹോളാണ്. ആസ് യൂഷ്വൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബെഡ്ഷീറ്റിന്റെ ഹോൾ വീഡിയോ ആണ് ഇന്ന്. ആക്ച്വലി എനിക്ക് വീഡിയോസ് ഞാൻ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു 4-5 ഷീറ്റ് അടുപ്പിച്ച് മേടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ മിന്ത്ര ഇങ്ങനെ എന്തോ ഡ്രസ്സെന്ന് തുടങ്ങിയതാണ്, പക്ഷേ ഇങ്ങനെ നോക്കി പോയപ്പോഴത്തേക്ക് ഒരു ബെഡ്ഷീറ്റ് കണ്ടു. ഫോളോ ചെയ്ത് 2 ബെഡ്ഷീറ്റായി 3 ബെഡ്ഷീറ്റായി. അപ്പോൾ ആക്ച്വലി എനിക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബെഡ്ഷീറ്റ് മേടിച്ചതാണ് ഇവിടെ ഇരിക്കുന്നത്. സോ ഞാനെല്ലാം കുറച്ച് ലൈറ്റ് കളേഴ്സാണ് ഇത്തവണ എടുത്തിരിക്കുന്നത്. റൂമായിട്ട് മാച്ചായി പോകുന്ന അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് വലുതായിട്ട് കിട്ടിയിട്ടില്ല. എന്നാലും അത്യാവശ്യം എനിക്ക് വേണം തോന്നിയ കുറച്ച് ബെഡ്ഷീറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ കുറച്ച് ബെഡ്ഷീറ്റും കൂടി ഞാൻ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാ ബെഡ്ഷീറ്റും മിന്ത്രയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മിന്ത്രയുടെ ബെഡ്ഷീറ്റ് ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ബെഡ്ഷീറ്റിന്റെ റേറ്റ് ഒന്നും കണ്ടിട്ടാരും ഞെട്ടരുത്. അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ്സിലാണ് ഇന്നത്തെ ബെഡ്ഷീറ്റിന്റെ ഹോൾ വീഡിയോ വരുന്നത്. ആൻഡ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് മീഷോയുടെ ഒരു ബെഡ്ഷീറ്റ് ഹോൾ വീഡിയോ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വിചാരിക്കും അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും എന്ന്. ഡെഫിനറ്റ്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പൊതുവെ മീഷോ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റാണ്. പക്ഷേ മീഷോയിൽ നിന്നൊരു സിംഗിൾ ബെഡ്ഷീറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു പ്രീമിയം ക്വാളിറ്റി ബെഡ്ഷീറ്റ് എന്ന് തന്നെ പറയണം. സോ അങ്ങനെ നമ്മൾ പിക്ക് ചെയ്യുന്നത് പോലെ ഇരിക്കും മീഷോയുടെ ഒരു കേസ് എന്ന് പറയുന്നത്. സോ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി നമുക്ക് അത്യാവശ്യം നല്ല റേഞ്ച് കൂടിയ ബെഡ്ഷീറ്റ്സ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ നിന്നും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിക്കുള്ളൊരു ഹോൾ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇനി ഞാൻ മീഷോയുടെ അടുത്ത ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി വലുതായിട്ട് ഞാൻ ഇൻട്രോ പറഞ്ഞ് നീട്ടി പിടിച്ചൊന്നും പറയാനായിട്ട് എനിക്കൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം വരുന്നത് ഈ ഒരു ബീച്ച് കളറിൽ വരുന്ന സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഈ ഒരു ബെഡ്ഷീറ്റാണ്. ഇത് ആക്ച്വലി ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിരിച്ചൊക്കെ നോക്കി. അപ്പോൾ അതിനുശേഷം ഞാനിങ്ങനെ എടുത്ത് മടക്കി വെച്ചുകൊണ്ടാണ് ഇത് ഈ ഒരു കോലത്തിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ ഫിറ്റഡ് ആയിട്ട് വരുന്ന ബെഡ്ഷീറ്റാണ്. ഇതിനൊരു ഗുണം എല്ലാവർക്കും അറിയായിരിക്കും. ഞാനിപ്പോൾ ബെഡിൽ ഇട്ടേക്കുന്നതും ആ ഒരു ഫിറ്റഡ് ഷീറ്റാണ്. അതിങ്ങനെ ചുളിഞ്ഞു പോകുന്നൊരു പ്രശ്നം വരുന്നില്ല. അതിങ്ങനെ ഫിറ്റായി കിടക്കും. അപ്പോൾ അതങ്ങനെ തന്നെ നമ്മൾ എങ്ങനെ ഇട്ടിരുന്നോ അങ്ങനെ തന്നെ അതുപോലെ തന്നെ കിടക്കും നമ്മൾ എണീറ്റ് പോകുമ്പോഴും. സോ അതുകൊണ്ട് കാണാനും ഒരു ഭംഗിയാണ്. അല്ലാതെ മടക്കി വെച്ചില്ലെങ്കിലും അതിന് തന്നെ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അപ്പോൾ എനിക്ക് ഫിറ്റഡ് ഷീറ്റ്സ് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളൂ, കിട്ടുമ്പോൾ കറക്റ്റ് സൈസിന് കിട്ടണം. അവിടെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. എൻ്റെ ബെഡ് അത്യാവശ്യം വലുതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ കിങ് എന്നും സൂപ്പർ കിങ് എന്നും പറഞ്ഞിട്ട് സൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം ഞാൻ ഡബിൾ എന്ന് പറഞ്ഞിട്ട് കിങ് സൈസ് ആയിട്ടാണ് ഞാൻ മേടിച്ചത്. ആക്ച്വലി ഞാൻ മീഷോന്ന് മേടിച്ചായിരുന്നു. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ചെറിയൊരു ഫിറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. ഓക്കെയാണ്, എന്നാൽ ഇച്ചിരി ഒന്ന് പിടിച്ചിടേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. ഇച്ചിരി ടൈറ്റ് ആണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചിത്തവണ സൂപ്പർ കിങ് മേടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഭയങ്കര വലുതാണ്. ഇതെനിക്ക് കറക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇടാൻ പറ്റായികയൊന്നുമില്ല. നല്ലപോലെ വിരിക്കാനൊക്കെ പറ്റും. പക്ഷേ എങ്കിലും ഒരുപാട് അകത്തേക്കാക്കി നമുക്ക് ആ ഒരു ഫിറ്റഡ് ഷീറ്റിൻ്റെ ആ ഒരു ഗുണം ഇതുകൊണ്ട് ചെയ്യുന്നില്ല. ഇത് സൂപ്പർ കിങ് സൈസാണ്. ഇങ്ങനെ സ്ട്രൈപ്ഡ് പോലെ വരുന്നതാണ്. എല്ലാം ഞാൻ വിരിച്ച് കാണിച്ചു തരാവേ. ഇതിൻ്റെ കൂടെ 2 പില്ലോ കവറും കൂടി വരുന്നുണ്ട്. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല വലിയ പില്ലോ കവറുമാണിത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 4150 എന്നൊക്കെ MRP കിടപ്പുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മൾ ഷോപ്പിൽ പോയി ബെഡ്ഷീറ്റ് മേടിക്കുകയാണെങ്കിൽ എത്ര രൂപയാകുമെന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. സോ അതുകൊണ്ട് അതും സൈസ് അനുസരിച്ച് മാറും. ഇത് സൂപ്പർ കിങ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സൈസാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് നോക്കട്ടെ. എന്തായാലും ഞാൻ മേടിച്ച സമയത്ത് റേറ്റ് ആയിരിക്കില്ല ഇപ്പോൾ. ചിലതിനൊക്കെ റേറ്റ് കൂടിയിട്ടുണ്ടാവും, ചിലതിനൊക്കെ റേറ്റ് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അയ്യോ, ഓ മൈ ഗോഡ് ഗൈസ്, സോറി. ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 1829. കാണുന്നില്ലായിരിക്കും അല്ലേ? 1829 രൂപയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത്. അതും 56 ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പ്രൈസ് റേഞ്ച് കിടക്കുന്നത്. ആക്ച്വലി ഞാനിത് മേടിച്ചത് എത്ര രൂപയ്ക്കാണെന്നറിയോ? അയ്യോ, സോറി, ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞു, എന്നാലും
ഓക്കെ അല്ലേ? ആക്ച്വലി ഞാനിത് മേടിച്ചത് 706 റുപ്പീസിനാണ് കേട്ടോ. അത് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് മേടിച്ചത്. ഇത്രയും ഷീറ്റും 2 തവണയായിട്ട് വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ 706 രൂപയാണ് എനിക്കൊരു സൂപ്പർ കിങ് ബെഡ് ഷീറ്റ് മേടിക്കാനായിട്ട് ആയിട്ടുണ്ടായിരുന്നത്. സോ ഇത് ഞാൻ എന്തായാലും വിരിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. സോറി ഗൈസ്, ഞാൻ ഇത്ര ഒരു ചേഞ്ച് വരുമെന്ന് സത്യമായിട്ട് ഞാൻ പ്രതീക്ഷയില്ല. ഞാൻ തന്നെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷീറ്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്ഷീറ്റ് നോക്കാം. എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബെഡ്ഷീറ്റ് എല്ലാം എനിക്ക് നല്ല ഓഫറിനാണ് കിട്ടിയത്. ആ സമയത്ത് ഓഫർ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടാണ് ഞാൻ മേടിക്കുന്നത്. പക്ഷേങ്കിലും ഇങ്ങനെ ഡിഫറൻസ് വരുമെന്ന് സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല. ഇപ്പം അത് ഓരോന്നായിട്ട് നോക്കുമ്പോഴാണ് ആ ഒരു ഭയങ്കര ഡിഫറൻസ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ അടുത്ത ബെഡ്ഷീറ്റ് കാണിച്ചു തരാം. അടുത്തത് വരുന്നതും ഒരു ബീച്ച് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത്. പക്ഷെ ഇതൊരു ബീച്ച് കളറാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പ്രിൻ്റൊക്കെ ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. എന്തായാലും ഞാൻ സൈഡിൽ ഞാൻ ഉദ്ദേശിച്ച സാധനം ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ പ്രിൻ്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ വിരിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ഇതും സൂപ്പർ കിങ് സൈസാണ് മേടിച്ചത്. ഇത് പിന്നെ നമുക്ക് അകത്ത് മടക്കിയൊക്കെ വയ്ക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു റേറ്റ് ഇപ്പം കിടക്കുന്നതെന്ന് വെച്ചാൽ, സോറി, അതിന് മുന്നേ ഞാൻ ബെഡ്ഷീറ്റ് കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഒരു ബേജ് ആൻഡ് ബ്ലൂ ഷെയ്ഡ് തന്നെ വരുന്ന ഒരു ബെഡ്ഷീറ്റാണ്. ഇതും സൂപ്പർ കിങ് സൈസ് തന്നെയാണ്. ഇതിൻ്റെ കൂടെയും 2 പില്ലോ കവേഴ്സ് വരുന്നുണ്ട്. അതും അത്യാവശ്യം സൂപ്പർ കിങ് ആയതുകൊണ്ട് തന്നെ വലിയ സൈസ് പില്ലോ കവേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. ആൻഡ് ഇതിൻ്റെ MRP കിടക്കുന്നത് 3329 ആണ്. ആൻഡ് ഇപ്പോഴത്തെ പ്രൈസ് ഞാൻ പറഞ്ഞു തരാം. ഞാൻ പർച്ചേസ് ചെയ്ത ആ ഒരു റേറ്റ് ഞാൻ പറയുന്നില്ല, കാര്യം ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ലാഭത്തിനാണ് കിട്ടിയത്. എനിക്കെന്തോ സത്യമായിട്ട് എനിക്ക് വിഷമമുണ്ട്. ഞാൻ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാനിരുന്നാണ്. ഇത്ര പെട്ടെന്ന് റേറ്റ് മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴത്തെ ഒരു റേറ്റ് നോക്കുന്നത്. പ്ലീസ് എക്സ്ക്യൂസ് ഗൈസ്. നിങ്ങൾ വേണമെങ്കിൽ കാർട്ടിൽ ആഡ് ചെയ്ത് ഇട്ടോളൂ. എപ്പോഴെങ്കിലും ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് ഡ്രോപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ആ സമയത്ത് മേടിച്ചാലും മതി. എന്തായാലും ഇപ്പോഴത്തെ റേറ്റ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തുള്ള റേറ്റ് ഞാൻ മെൻഷൻ ചെയ്യാം. ഇതിൻ്റെ ഒരു കേസിൽ ഞാൻ പറയുന്നില്ല ഞാൻ മേടിച്ച റേറ്റ് എത്രയാണെന്ന കാര്യം. എനിക്ക് എന്നെ ഓർത്തിട്ട് വിഷമം തോന്നുന്നുണ്ട്. ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 998 റുപ്പീസാണ്. ഇതും സൂപ്പർ കിങ് സൈസ് തന്നെയായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പല പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ബ്ലൂ ഇവിടെ ഒട്ടും സിങ്കായി പോകത്തില്ല. എന്നാലും എനിക്ക് ആ ഒരു ഇത് കണ്ടപ്പോഴത്തേ എനിക്ക് ആ ഒരു പ്രിൻ്റൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ മേടിച്ചതാണ്. എക്സാക്ട്ലി സെയിം ആണോ എന്നുള്ളത് നമുക്കിത് വിരിച്ച് നോക്കുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. അപ്പം ഇനി അടുത്ത ബെഡ്ഷീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ചൊന്നുമില്ല. ഭയങ്കര നോർമലായിട്ടുള്ളൊരു വൈറ്റ് ബെഡ്ഷീറ്റാണ്. ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന. സൂക്ഷിച്ച് നോക്കിയാൽ ഇതിൽ മറ്റേ ബേജ് ഉണ്ടായിരുന്ന പോലത്തെ സ്ട്രൈപ്സ് കാണാനായിട്ട് പറ്റും. പക്ഷെ സൂക്ഷിച്ച് നോക്കണം. കാണുന്നുണ്ടോ അറിയത്തില്ല. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല, കാര്യം ഇതിൽ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നും ഇല്ല. എനിക്കൊരു വൈറ്റ് ബെഡ്ഷീറ്റ് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് മേടിച്ചതാണ്. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഉഷുവിൻ്റെ ലിപ്സ്റ്റിക്കായി. എനിക്ക് പുതിയ എന്ത് ഇങ്ങനത്തെ ഡ്രസ്സാണെങ്കിലും ഒക്കെ ഇട്ടിങ്ങനെ ഈ മണത്ത് നോക്കുന്ന അസുഖമുണ്ടേ, അതുകൊണ്ട് ചെറുതായിട്ട് ലിപ്സ്റ്റിക്കായി വൈറ്റ് ബെഡ്ഷീറ്റിൽ. ഓക്കെ, ഇതെന്താണ് പേപ്പർ പോലെ അമ്മേ, ഇങ്ങനെയൊക്കെ ആക്കിയപ്പോൾ എന്തൊക്കെ ഇളകിയൊക്കെ വരുന്നു. ക്വാളിറ്റിയുടെ കാര്യമൊക്കെ ഞാനിനി വാഷ് ചെയ്തിട്ട് വേറെ വീഡിയോ ചെയ്യേണ്ടി വരുമോ? ക്വാളിറ്റി അപ്ഡേറ്റ് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും കേട്ടോ. അത് നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. എന്തൊക്കെയോ പേപ്പർ പോലെയൊക്കെ ഇളകി വരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു നോർമൽ വൈറ്റ് ബെഡ്ഷീറ്റാണ്. ഭയങ്കര റേറ്റ് കുറവായിരുന്നു. ഇതിൽ സ്ട്രൈപ്സ് കാണുന്നുണ്ടോ? ഇതാണ് ആ ഒരു ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ MRP 3000 തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോഴത്തെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം.
ഇതിന് ഞാൻ മേടിച്ച പ്രൈസും കൂടി പറഞ്ഞുതരാം. ഒരു നോർമൽ വൈറ്റ് ബെഡ്ഷീറ്റ് വേണമായിരുന്നു. നമ്മളിപ്പം അതിൻ്റെ പുറത്ത് കംഫർട്ടറൊക്കെ വിരിക്കുകയാണെങ്കിൽ വൈറ്റിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചൊരു നോർമൽ വൈറ്റ് ബെഡ്ഷീറ്റാണ്. ഇതിനും 2 പില്ലോ കവറും. ഇതിന് സൂപ്പർ കിങ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഡബിൾ കിങ് മേടിച്ചതാണ്. എന്തായാലും നന്നായി തോന്നുന്നു. ഇത് മിക്കവാറും കറക്റ്റ് ആയിരിക്കും ബെഡിന്. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് വന്നിട്ട് 799 റുപ്പീസാണ്. ഞാൻ മേടിച്ച പ്രൈസും കൂടി പറഞ്ഞുതരാം. ഇത് ഞാൻ മേടിച്ച പ്രൈസ് എന്ന് പറയുമ്പോൾ 308 രൂപയാണ്. ജസ്റ്റ് 308 റുപ്പീസ്. ഓഫറെല്ലാം പോയിട്ടുള്ള പ്രൈസാണ്. 308 രൂപയാണ് ഇത് ഞാൻ മേടിച്ച പ്രൈസ് എന്ന് പറയുന്നത്. എനിക്കറിയാം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാലോ എന്ന് വരെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എന്താണെന്ന് എനിക്കറിയില്ല, ഇത്ര പെട്ടെന്ന് റേറ്റ് മാറിയെന്താ എനിക്കറിയില്ല. നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അടുത്തത് വീണ്ടും ഒരു ബീച്ച് ആൻഡ് പിങ്ക് ഫ്ലോറൽ വരുന്നൊരു ഡിസൈൻ വരുന്നൊരു ബെഡ്ഷീറ്റാണ്. സത്യം പറഞ്ഞാൽ ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നൊരു ബെഡ്ഷീറ്റായിരുന്നു. കാര്യം തമ്മിലുള്ളതിൽ ഇച്ചിരി റേറ്റ് ഉള്ളൊരു ബെഡ്ഷീറ്റ് ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി പ്രീമിയം ലുക്കൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഈ ഫോട്ടോയിൽ കണ്ടപ്പോൾ നല്ല ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ റിയാലിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു പ്രിൻ്റൊന്നും അത്ര സുഖമുള്ള പ്രിൻ്റല്ല. അതിൽ കണ്ട ഫ്ലവേഴ്സിൻ്റെ പ്രിൻ്റൊന്നും അല്ല ഇതിൽ കൊടുത്തേക്കുന്ന പ്രിൻ്റ്. അതുകൊണ്ട് എന്നെ ഇച്ചിരി ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. ഇനി വിരിച്ചു നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്കിത് വിരിച്ചും കൂടി നോക്കാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇപ്പോഴും സെയിം തന്നെയാണ് കിടക്കുന്നത്. 999 ആണ്, 1000 റുപ്പീസ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വല്ല ഡിഫറൻസ് ഒന്നുമില്ല. ഇതും കിങ് സൈസ് ബെഡ്ഷീറ്റാണ്. 2 പില്ലോ കവേഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ആ ഒരു പില്ലോ കവറാണ്. അതിൻ്റെയും ഒരു കളർ ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഫോട്ടോയിൽ കാണുന്ന ആ ഒരു കളർ അല്ല. അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തൊരു സാധനം അല്ല ഇത്. എനിക്ക് ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഈ റേറ്റുമാണ്. ഇതിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നേരിട്ട് കാണാൻ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്, പക്ഷെ നമുക്ക് വിരിച്ചു നോക്കാം. ഇതും ഫിറ്റഡ് ബെഡ്ഷീറ്റ് തന്നെയാണ്. ഭാഗ്യം ഡബിൾ കിങ് സൈസാണ്. വിരിച്ചു നോക്കാം. അപ്പം ഇനി അടുത്ത നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് നോക്കാം. ഇതും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല, അങ്ങനെ വച്ചിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇത് നല്ല പാക്കിംഗ് ഒക്കെ നല്ലതുപോലെ ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം വെറുതെ ഒരു സാധനത്തിൻ്റെ തിത്ത് അങ്ങനെ വന്ന പല പ്രോഡക്ട്സുമാണ് ഇപ്പം ഞാൻ കാണിച്ചതിൽ പലതും. അതിലൊരെണ്ണം ഒഴികെ ആ ഒരു വൈറ്റ് വന്നത് അത്യാവശ്യം നല്ല പാക്കിങ്ങിലൊക്കെ വന്നു. ഇതും ആണ് പിന്നെ അത്യാവശ്യം നല്ലൊരു പാക്കിങ്ങിൽ വന്നത്. ബാക്കിയെല്ലാം എടുത്തിട്ട് ഇങ്ങ് തന്നു വിടുന്ന പോലെയാണ് വന്നത്. സോ അതുകൊണ്ട് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ആ ഒരു പേസ്റ്റൽ ഷെയ്ഡ് അല്ലെങ്കിൽ കുറച്ച് ലൈറ്റായിട്ട് വരുന്ന ഷെയ്ഡ്സിനോടൊക്കെ കുറച്ച് ഇഷ്ടമുണ്ട്. അപ്പം അങ്ങനെ മേടിച്ചാണ്. ഇതുവരെ ഇപ്പോൾ കണ്ടത് വെച്ച് ആസ് ഓഫ് നൗ എനിക്ക് തമ്മിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷീറ്റാണിത്. ഇതും ഒരു ബീച്ച് ആൻഡ് ബ്ലൂ കോട്ടൺ കിങ് സൈസ് ബെഡ്ഷീറ്റാണ്. ഇതിൻ്റെ കൂടെയും 2 പില്ലോ കവർ വരുന്നുണ്ട്. ഡബിൾ കിങ് സൈസ് ആണ് ഈ ഒരു ബെഡ്ഷീറ്റ് വരുന്നത്. സോറി, ഇതിൻ്റെ റേറ്റും കൂടി ഞാൻ നോക്കട്ടെ. ഇത് ഞാൻ മേടിച്ചത് 669 റുപ്പീസിനാണ്. എന്തായാലും എവിടെ പോയാലും നമുക്ക് ഈ ഒരു റേറ്റിന് ഡബിൾ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒന്നും മേടിക്കാൻ പറ്റില്ല, അതും ക്വാളിറ്റി ഉള്ളത്. സോറി ഗേസ്, ഇപ്പോൾ സംഭവം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അപ്പോൾ എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തു. ഇപ്പം അതിൻ്റെ MRP ആയി 3000 റുപ്പീസ് തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കൊള്ളാം കേട്ടോ, നല്ല പ്രിൻ്റൊക്കെയാണ് വരുന്നത്. ഐ ലൈക്ക് ഇറ്റ്. ഫസ്റ്റ് ഇംപ്രഷൻ ചീറ്റിപ്പോയില്ല. അതെ, നല്ല ഗ്രീൻ, നല്ല പ്രിൻ്റാണ് വരുന്നത്. ഇതെനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ 2 പില്ലോ കവറുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് കാണിച്ചു തരാം. ബെഡ്ഷീറ്റ് നല്ല ബെഡ്ഷീറ്റാണ്. വാവ്, തൊടാൻ തന്നെ ഒരു പ്രത്യേക സുഖമുണ്ട്. ഇത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇതാണ് ബെഡ്ഷീറ്റ്. എല്ലാം ഞാൻ വിരിച്ച് കാണിക്കുന്നുണ്ടല്ലോ. വാവ്, നൈസ് ഫ്ലോറൽ പ്രിന്റ്, നല്ല പ്രിന്റാണ് ഇത്.
മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ഇത് നമുക്ക് ഇത് ഫിറ്റഡ് ഷീറ്റാണോ? അല്ല. അപ്പോൾ ഇതാണ് ഞാൻ ലാസ്റ്റ് പർച്ചേസ് ചെയ്ത ഷീറ്റ്. അപ്പോൾ ഇതോടുകൂടി എല്ലാ ബെഡ്ഷീറ്റും അവസാനിച്ചിരിക്കുകയാണ്. ഇത്രയും ബെഡ്ഷീറ്റായിരുന്നു ഞാൻ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അപ്പോളജൈസ് ചെയ്യണം. വീഡിയോയുടെ പകുതിയിലാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഇങ്ങനെ റേറ്റ് മാറിയതൊക്കെ. പക്ഷെ ഇപ്പോഴും സ്റ്റിൽ അതെല്ലാം അഫോർഡബിൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയത് ഭയങ്കര ചീപ്പ് റേറ്റിനാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എന്താ പറയണ്ടേ, അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചല്ല. സോ ഐ ട്രൂലി അപ്പോളജൈസ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച എല്ലാ ബെഡ്ഷീറ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആസ് യൂഷ്വൽ കൊടുക്കുന്നത് പോലെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ ഹോൾ വീഡിയോസ് ആണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ വേണ്ടത്, അതേ കുറച്ചും കൂടി പ്രീമിയം റേഞ്ചിലുള്ള ബെഡ്ഷീറ്റ്സ് ആണോ വേണ്ടത്, ബെഡ്ഷീറ്റ് മാത്രമല്ല കേട്ടോ, ഡ്രസ്സിൻ്റെ കേസും എങ്ങനത്തെ ഒരു റേഞ്ചിലാണ് വേണ്ടത്, എങ്ങനത്തെ വീഡിയോസ് ആണ് കാണാൻ താല്പര്യം എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇനി കൂടുതലും ഹോൾ വീഡിയോസിലോട്ട് ഫോക്കസ് ചെയ്താലൊന്ന് വിചാരിക്കുന്നുണ്ട്. കാര്യം എനിക്കിത് കുറച്ച് ഇഷ്ടക്കൂടുതലുള്ളൊരു പരിപാടിയും കൂടിയാണ്. പിന്നെ അടുത്ത ഒരു മീഷോയുടെ ഒരു ബെഡ്ഷീറ്റ് ഹോൾ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതിൽ കൂടുതലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് കംഫർട്ടർ സെറ്റ്സ് ഒക്കെ ഇല്ലേ, നമ്മുടെ ക്വിൽറ്റ് പോലുള്ള ഐറ്റംസ് ഒക്കെ, അങ്ങനത്തെ ഒരു ബെഡിങ് സെറ്റ്സ് ഒക്കെ ആയിരിക്കും ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.